അപ്പോൾ പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന് മാത്രമായിട്ട് വലിയ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും ഒരേ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം സെമി കണ്ടക്ടറിനകത്ത് നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന പുതിയൊരു സെമി കണ്ടക്ടർ ഡിവൈസ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് നമുക്ക് കിട്ടും. പി എൻ ജംഗ്ഷൻ. പി എൻ ജംഗ്ഷൻ ഡിവൈസിന് നമുക്ക് എക്സ്റ്റേണൽ കോണ്ടാക്ട്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, മെറ്റാലിക് കോണ്ടാക്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, കണക്ഷൻ ലീഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് മാറും. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സോളിഡ് സ്റ്റേറ്റ്, ബേസിക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണ് പി എൻ ജംഗ്ഷൻ. ഇലക്ട്രോണിക് ഡിവൈസ് ആണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം ഒരു ബ്ലോക്ക് എടുത്തിട്ട് അതിന്റെ ഒരു സൈഡ് നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യുക, മറ്റേ സൈഡ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യുക. അപ്പൊ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്യുന്ന സൈഡിൽ നമുക്ക് പി റീജിയൻ കിട്ടും, പെന്റാവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യുന്നിടത്ത് എൻ റീജിയൻ കിട്ടും. അപ്പൊ രണ്ടിന്റെ ബൗണ്ടറി എന്ന് പറയുന്നതാണ് പി എൻ ജംഗ്ഷൻ. അപ്പൊ അവിടെ പി ടൈപ്പും എൻ ടൈപ്പും ഫോം ചെയ്യുന്നു ആ മെറ്റീരിയലിനകത്ത്. അതിന്റെ ബൗണ്ടറിയാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പി എൻ ജംഗ്ഷൻ മെറ്റീരിയൽ കിട്ടി, അതിനകത്ത് എക്സ്റ്റേണൽ കോണ്ടാക്ട്സ്, മെറ്റാലിക് കോണ്ടാക്ട്സ്, കണക്ഷൻ ലീഡ്സ് ഒക്കെ വന്ന് കഴിയുമ്പോൾ അത് ഡയോഡ് ആയിട്ട് മാറും, സെമി കണ്ടക്ടർ ഡയോഡ് ആയിട്ട് മാറും, പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് മാറും. ഡയോഡ് മീൻസ് രണ്ട് ഇലക്ട്രോഡുകൾ, ടു ഇലക്ട്രോഡ്സ് എന്നുള്ള മീനിങ്ങിലാണ് ഡയോഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ഇപ്പൊ പി റീജിയനും ഉണ്ട്, എൻ റീജിയനും നമ്മൾ ഒരേ സെമി കണ്ടക്ടിങ് മെറ്റീരിയലിനകത്ത് ഫോം ചെയ്തു. എൻ റീജിയനകത്ത് മെജോറിറ്റി ചാർജിങ് ഏരിയസ് ഇലക്ട്രോൺസ് ആണ്, മൈനോറിറ്റി ഹോൾസ് ആണ്. അതുപോലെ പി റീജിയനിൽ മെജോറിറ്റി ഹോൾസ് ആണ്, മൈനോറിറ്റി ഇലക്ട്രോൺസ് ആണ്. ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുന്ന സമയത്ത് എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ്, അവിടെ കൂടുതലാണ് ഫ്രീ ഇലക്ട്രോൺസ് എൻ റീജിയനിൽ. പി റീജിയനിൽ ഫ്രീ ഇലക്ട്രോൺസ് നമ്പർ വളരെ കുറവാണ്, മൈനോറിറ്റി ആണ് അവിടെ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ എൻ റീജിയനിൽ കൂടുതൽ, പി റീജിയനിൽ കുറവ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കൂടിയിടുന്ന് ഡെൻസിറ്റി കുറഞ്ഞിടത്തേക്ക്, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയിടുന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡിഫ്യൂഷൻ നടക്കും എൻ റീജിയൻ ടു പി റീജിയൻ. അപ്പൊ ജംഗ്ഷന്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ആണ്, ഡോണർ ഇമ്പ്യൂരിറ്റിയുടെ ഫ്രീ ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പോ പി റീജിയനിലേക്ക് എൻ റീജിയനിൽ ഫ്രീ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ഫ്രീ ഇലക്ട്രോൺ ആരുടെയാണ്? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റത്തിൽ നിന്ന്, ഒരു ഡോണർ ആറ്റത്തിൽ നിന്ന് അതിന്റെ അഞ്ചാമത്തെ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺ, അഞ്ചാമത്തെ വാലൻസ് ഇലക്ട്രോൺ, 4 ബോൺസ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. അപ്പൊ അഞ്ചാമത്തെ വാലൻസ് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ, പി റീജിയനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ ഡോണർ ആറ്റം നേരത്തെ ന്യൂട്രൽ ആയിരുന്നു, ഇപ്പൊ അത് എന്തായിട്ട് മാറി? ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി. അപ്പോ ഒരു ഇമ്പ്യൂരിറ്റി ആറ്റത്തിൽ നിന്ന് ഒരു ഫ്രീ ഇലക്ട്രോൺ എൻ റീജിയനിൽ പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ആ ന്യൂട്രൽ ഡോണർ ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ ആറ്റം ആയിട്ട് മാറി. അതേപോലെ ഈ ഫ്രീ ഇലക്ട്രോൺ വന്നിട്ട് എവിടത്തേക്കാണ് വരുന്നത്? എൻ റീജിയനിൽ പി റീജിയനിലേക്ക് വന്നിട്ട് ഹോളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഹോളും ആ ഫ്രീ ഇലക്ട്രോണും കൂടെ റീകമ്പൈൻ ചെയ്യും. അപ്പൊ എൻ റീജിയനിൽ വരുന്ന ഫ്രീ ഇലക്ട്രോൺ പി റീജിയനിലെ ഒരു ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. ആ ഹോൾ എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ഹോളാണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്ന ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ഹോളാണ്. അതിനകത്തേക്ക് ഒരു ഫ്രീ ഇലക്ട്രോൺ വരുമ്പോൾ വന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ഫ്രീ ഇലക്ട്രോൺ എന്തായിട്ട് മാറും? പി റീജിയനിൽ അത് വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. ആരുടെ? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. കാരണം ഹോൾ ഉള്ളത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയുടെ വാലൻസ് ആണ്, വാലൻസ് ഓർബിറ്റിലാണ് അവിടെ ഒരു ഹോൾ ഉള്ളത്. അതിനകത്തേക്ക് ഒരു ഫ്രീ ഇലക്ട്രോൺ വന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ, എൻ റീജിയനിൽ വന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺ ഇവിടെ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറി പി റീജിയനിൽ. അത് മാത്രമല്ല, അത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ആയിട്ട് മാറും. അപ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്ന ട്രൈവാലന്റ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ഇപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. അപ്പൊ എൻ റീജിയനിൽ
ഡോണർ ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺ ആയിട്ട് മാറി. പി റീജിയനില് ട്രൈവാലന്റ് ആക്സെപ്റ്റർ ആറ്റം നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺ ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ ജംഗ്ഷന്റെ രണ്ട് ഭാഗത്തു നിന്നും എൻ റീജിയനിലും പി റീജിയനിലും നമുക്ക് എൻ റീജിയനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ് പതുക്കെ ഡെവലപ്പ് ചെയ്യും. പി റീജിയനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് പതുക്കെ ഡെവലപ്പ് ചെയ്യും. ഈ ഡിഫ്യൂഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ജംഗ്ഷന്റെ രണ്ട് റീജിയനിലായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. എൻ റീജിയനിൽ ഓർക്കുക പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ് ആണ്. പി റീജിയനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് ആണ് ജംഗ്ഷന്റെ രണ്ട് ഭാഗത്തുമായിട്ട്. അപ്പൊ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നോർമൽ ആയിട്ട് നടക്കുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ്. നമ്മൾ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല പി എൻ ജംഗ്ഷൻ മെറ്റീരിയലിനകത്തേക്ക്, സെമി കണ്ടക്ടറിനകത്തേക്ക്. അപ്പോ പിയുടെയും എന്നിന്റെയും ബോർഡർ ആണ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് വിളിച്ചത്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഡിഫ്യൂഷൻ നടക്കുന്നതനുസരിച്ച് പറഞ്ഞു, അവിടെ എൻ റീജിയനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസും പി റീജിയനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് ജംഗ്ഷൻ രണ്ട് ഭാഗത്തായിട്ട് പതുക്കെ ഇൻക്രീസ് ചെയ്തു വരും. സോ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പതുക്കെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തു വരും. ഈ ഡിഫ്യൂഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ജംഗ്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്തു വരും. കാരണം ജംഗ്ഷന്റെ എൻ സൈഡിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസും പി സൈഡിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസും ആണ്. ഈ റീജിയനകത്ത് കുറച്ച് കഴിയുമ്പോൾ ഇലക്ട്രോണിന്റെ ഡിഫ്യൂഷൻ, ഫ്രീ ഇലക്ട്രോൺസ് എന്നിൽ നിന്ന് പിയിലേക്ക് ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നോക്കുക, പിയില് നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് ആണ്, എന്നില് പോസിറ്റീവ്ലി ചാർജ് ഡോണർ അയോൺസ് ആണ്. ഈ ഡോണർ അയോൺസ് എന്ത് ചെയ്യും? എന്നിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ പി റീജിയനിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസ് എന്നിൽ നിന്ന് പിയിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുകയും ചെയ്യും. അപ്പൊ സ്വന്തം സൈഡിലെ പോസിറ്റീവ് ഡോണർ അയോൺസിന്റെ അട്രാക്ഷനും എൻ റീജിയനിലെ ഡോണർ അയോൺസിന്റെ അട്രാക്ഷൻ, അതുപോലെ പി റീജിയനിലെ ആക്സെപ്റ്റർ അയോൺസിന്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസിന്റെ റിപ്പൽഷനും ഓവർകം ചെയ്തിട്ട് വേണം എൻ റീജിയനിൽ നിന്ന് ഇനി പി റീജിയനിലേക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഈ പി എൻ ജംഗ്ഷൻ റീജിയനിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് ഡിഫ്യൂഷന്റെ എമൗണ്ട് കുറഞ്ഞു വരികയും ചെയ്യും. കാരണം ഇനി ഫ്രീ ഇലക്ട്രോൺസിന് നേരത്തെ ആദ്യം ഡിഫ്യൂസ് ചെയ്ത് വന്നതുപോലെ വരാൻ പറ്റില്ല. കാരണം സ്വന്തം സൈഡിൽ നിന്നുള്ള അട്രാക്ഷനും അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള റിപ്പൽഷനും ഉണ്ട്. ഇത് രണ്ടും ഓവർകം ചെയ്താൽ മാത്രമേ അപ്പുറത്തേക്ക് എൻ റീജിയനിൽ പി റീജിയനിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ പതുക്കെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. ഡിഫ്യൂഷൻ, ഫർദർ ഡിഫ്യൂഷൻ ഈസ് പ്രിവെന്റഡ് ഓർ സ്റ്റോപ്ഡ് ബിക്കോസ് ഓഫ് ദ ഡെവലപ്ഡ് പൊട്ടൻഷ്യൽ ഇൻ ദി ജംഗ്ഷൻ. സോ ആ ജംഗ്ഷൻ അവിടെ ഡെവലപ്പ് ചെയ്യപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇറ്റ് ആക്ട്സ് ആസ് എ ബാരിയർ, ഒരു തടസ്സം, ഒരു ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിന്? ഫർദർ ഡിഫ്യൂഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എൻ റീജിയൻ ടു പി റീജിയൻ. അതിനെ ബ്ലോക്ക് ചെയ്യും, പ്രിവെന്റ് ചെയ്യും, ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഇനി ഈ ഇലക്ട്രോണിന് ഫ്രീ ഇലക്ട്രോൺസിന് എൻ റീജിയൻ പി റീജിയനിലേക്ക് പോകണമെങ്കിൽ ഈ ബാരിയർ ഓവർകം ചെയ്യണം. അപ്പൊ അവിടെ ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ പൊളാരിറ്റി നോക്കണം. എൻ റീജിയനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ഡോണർ അയോൺസ് ആണ്, പി റീജിയനിൽ നെഗറ്റീവ്ലി ചാർജ് ആക്സെപ്റ്റർ അയോൺസ് ആണ്. ഈ പൊട്ടൻഷ്യലിനെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഈ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലീറ്റഡ് ഓഫ് മീൻസ് എംപ്റ്റീഡ് ഓഫ്. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ്. അത് ബോണ്ടഡ് ആണ്, ബൗണ്ട് ആണ്, ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്താണ്. ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് പോലെ, ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത് പോലെ, ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും അവ മൂവ് ചെയ്യുന്നത് പോലെ ബൗണ്ട് ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ചാർജ്ഡ്. ഡോണർ അയോൺസും ആക്സെപ്റ്റർ അയോൺസും ചാർജ്ഡ് ആണ്. ഇപ്പോ പോസിറ്റീവ്ലി ചാർജ് ഡോണർ അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്സെപ്റ്റർ അയോൺസും. പക്ഷെ രണ്ടിനും മൂവ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ബോണ്ട് ഫോം ചെയ്തിരിക്കുക, ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്താണ്. ഹെവി ആണ് കമ്പയർഡ് ടു ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ റീജിയനകത്ത് ചാർജസ് ഉണ്ടെങ്കിലും ദേ ആർ ഇമ്മൊബൈൽ, മൂവ് ചെയ്യാൻ പറ്റില്ല. ഇമ്മൊബൈൽ ആയിട്ടുള്ള ചാർജസ് മാത്രമേ ഉള്ളൂ, ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ് മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ ആ റീജിയനകത്ത് ഇനി മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഇല്ല. മൊബൈൽ ചാർജ് കാരിയേഴ്സ് ആരൊക്കെയാ? മൂവ് ചെയ്യാൻ പറ്റുന്ന ചാർജ് കാരിയേഴ്സ്, ചാർജസ് ഫ്രീ ഇലക്ട്രോൺസും ഹോൾസും ആണ്. അപ്പൊ ആ റീജിയനകത്ത്, കാരണം ഫ്രീ ഇലക്ട്രോൺസിന് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എൻ റീജിയനിൽ പി റീജിയനിലേക്ക് വരാൻ പറ്റില്ല. നമ്മൾ എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം. വരണമെങ്കിൽ ആ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്യണം. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്താൽ മാത്രമേ, നള്ളിഫൈ ചെയ്താൽ മാത്രമേ എൻ റീജിയനിൽ പി റീജിയനിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജംഗ്ഷൻ റീജിയനിൽ ഇപ്പോ മൊബൈൽ ചാർജ് കാരിയേഴ്സ് ഇല്ല. അതുകൊണ്ട് ആ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. The region is depleted of, emptied of mobile charge carriers. ആ റീജിയൻ നമ്മൾ സ്പേസ് ചാർജ് റീജിയൻ അല്ലെങ്കിൽ ട്രാൻസിഷൻ റീജിയൻ ഇവിടെ വിളിക്കാറുണ്ട്. നോർമലി അതിന്റെ വിഡ്ത്ത്, ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഒരു മൈക്രോമീറ്ററിന്റെ ഓർഡറിലൊക്കെയാണ് ഉണ്ടാകുക. ഒരു മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻⁶ മീറ്ററിന്റെ ഓർഡറിലാണ് ഉണ്ടാകുക. അപ്പോ ഈ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സിലിക്കൺ മെറ്റീരിയൽ ആണെങ്കിൽ, സിലിക്കൺ പി എൻ ജംഗ്ഷൻ മെറ്റീരിയൽ ആണെങ്കിൽ 0.7 വോൾട്ട് ആണ്. അതുപോലെ ജർമ്മനി ആണെങ്കിൽ 0.3 വോൾട്ട്സ് ആണ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, ഏകദേശം റൂം ടെമ്പറേച്ചർ. ജംഗ്ഷൻ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറയുകയും ജംഗ്ഷൻ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുകയും ചെയ്യും. നമ്മളിനി ഒരു എൻ റീജിയൻ നിന്ന് പി റീജിയനിലേക്ക് ഫ്രീ ഇലക്ട്രോൺസിനെ ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ, മൂവ് ചെയ്യണമെങ്കിൽ, ഈ വാല്യൂ മൂവ് ചെയ്യണമെങ്കിൽ പറയാം, ഈ വാല്യൂ, ഈ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ നമ്മൾ ക്യാൻസൽ ചെയ്യണം, നള്ളിഫൈ ചെയ്യണം. ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. ഇലക്ട്രോൺസിന് ഫർദർ മൂവ്മെന്റ് ഓഫ് ഫ്രം എൻ റീജിയൻ ടു പി റീജിയൻ ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദിസ് ബാരിയർ പൊട്ടൻഷ്യൽ. ഓർക്കുക, നമ്മൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഒന്നും, എക്സ്റ്റേണൽ വോൾട്ടേജ് ഒന്നും മെറ്റീരിയലിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ഇപ്പൊ പി എൻ ജംഗ്ഷൻ മെറ്റീരിയൽ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ യൂസ് ചെയ്യണമെങ്കിൽ അതിന് കോണ്ടാക്ട്സ്, മെറ്റാലിക് കോണ്ടാക്ട്സ് വരണം. 2 ഇലക്ട്രോഡുകളാണ്, ഡൈ ഇലക്ട്രോഡിനെയാണ് നമ്മൾ ഡയോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷന് പി റീജിയനും എൻ റീജിയനും ഉണ്ട്. അതിന്റെ രണ്ടിന്റെയും എൻഡ്സിൽ നമുക്ക് കോണ്ടാക്ട്സ്, മെറ്റാലിക് കോണ്ടാക്ട്സ്, കണക്ഷൻ ടെർമിനൽസ് വരണം, കണക്ഷൻ ലീഡ്സ് വരണം. അതുപോലെ പ്രോപ്പർ ആയിട്ട് ഇതിനെ കവർ ചെയ്യണം, ഷീറ്റ് ചെയ്യണം സെമി കണ്ടക്ടിങ് മെറ്റീരിയലിനെ. അപ്പൊ അങ്ങനെയെല്ലാം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽ, അതിനെയാണ് നമ്മൾ ആ ഇലക്ട്രോണിക് ഡിവൈസിനെയാണ്, 2 ഇലക്ട്രോഡുകളുള്ള ഇലക്ട്രോണിക്, പി റീജിയൻ എൻ റീജിയൻ ആണ്. അപ്പൊ അതിന്റെ 2 എൻസിൽ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോഡുകളാണ്. ആ സെൻസിലാണ് അതിനെ ഡയോഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് മാറും. നേരത്തെ അത് പി എൻ ജംഗ്ഷൻ മെറ്റീരിയൽ മാത്രമായിരുന്നു. അപ്പൊ കോണ്ടാക്ട്സ് വന്നു, പ്രോപ്പർ ആയിട്ട് അതിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ടെർമിനൽസ് വരും. അതുകൊണ്ട് ഡയോഡ് എന്ന് വിളിക്കും. ഡൈ ഇലക്ട്രോഡ് ആണ് ഡയോഡ് എന്ന് പറയുന്നത്. ഡൈ മീൻസ് 2. അതൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയിട്ട് മാറി. ചില കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡുകളുടെ, പി എൻ ജംഗ്ഷൻ ഡയോഡ്സിന്റെ സർക്യൂട്ട് സിമ്പൽ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്, പി റീജിയൻ ആൻഡ് റീജിയൻ. അതുപോലെ ചില കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയോഡുകളുടെ സ്ട്രക്ചറും കാണിച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്, അതിന്റെ ആനോഡും കാഥോഡും കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് സിമ്പൽ ഏത് ടൈപ്പ് ഡയോഡ് ആയാലും, ഏത് ടൈപ്പ് ഓർഡിനറി പി എൻ ജംഗ്ഷൻ ഡയോഡ് ആയാലും, there are special PN junction diodes like light emitting diode, Zener diode, അതൊക്കെയുണ്ട്. അതിനൊന്നും സർക്യൂട്ട് സിമ്പിൾ ഇങ്ങനെയല്ല. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഓർഡിനറി പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സർക്യൂട്ട് സിമ്പിൾ ആണ്.